നമസ്തേ, ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. വിഷുവിൻ്റെ ഓർമ്മകൾ ഓരോ വ്യക്തികൾക്കും ഓരോ തരത്തിലാണ്. തിരുവിതാംകൂറിൻ്റെ സമ്പൽ സമൃദ്ധമായ നല്ല നാളുകളെ ഓർത്തെടുക്കുകയാണ് കവടിയാർ കൊട്ടാരത്തിലെ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി. കാണാം ഓർമ്മകളിലെ വിഷു. നാരായണായേതി സമർപ്പയാമി. ശ്രീ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ മാത്രമല്ല, മലയാളികൾ ഇരിക്കുന്ന എല്ലായിടത്തും വിഷു വളരെ പ്രധാനമാണ്. കേരളത്തിന് വിഷുവിൻ്റെ പ്രാധാന്യം ഉള്ളതുപോലെ ഭാരതത്തിലെ പല സ്ഥലങ്ങളിലും പല സമുദായങ്ങൾക്കും അവരവരുടെ രീതിയിൽ ഉഗാടിയെന്നോ അങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞ് ഇതിനൊരു പ്രാധാന്യമുള്ളത് തന്നെയാണ്. വിഷുവിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, സമൃദ്ധിയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സമയമാകേണ്ടതാണ്. ഒരു കാലം ഏറെക്കുറെ അതൊക്കെ ശരിയായിരുന്നു. ഇന്ന് കണിക്കൊന്ന നമ്മളെ ആ വിഷുക്കാലത്തിന് അതിൻ്റെ ഒരു നിത്യ ഓർമ്മയായിട്ട് പൂക്കുന്നുണ്ട്. കണിക്കൊന്നോരും ഇപ്പോൾ അതിൻ്റെ ഇഷ്ടം പോലെയൊക്കെ പൂക്കുന്നു, നേരത്തെയൊക്കെ പൂക്കുന്നുണ്ട്. എന്നാലും വിഷു സമയത്തും അതുണ്ടെന്നുള്ളത് മഹാഭാഗ്യം തന്നെയാണ്. നമ്മുടെ ചക്കയും മാങ്ങയും കാർഷിക വിഭവങ്ങളും അതെല്ലാം തലപൊക്കി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് വിഷു. മൂത്തവരുടെ അടുക്കൽ ഒരു രൂപ കൈനീട്ടം വാങ്ങിക്കുകയാണെങ്കിൽ അത് ഐശ്വര്യത്തിൻ്റെ ഒരു പ്രതിച്ഛായയായിട്ട് നമ്മൾ കരുതുന്നുണ്ട്, നമുക്കൊരു അനുഗ്രഹവുമായിട്ടും. പലരും ചോദിക്കാറുണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്തിലെ ഓർമ്മകളെ പറ്റിയും കൊട്ടാരത്തിലെ വിഷുവിനെ പറ്റിയുമൊക്കെ. കാലങ്ങളുടെ പേജുകൾ പുറമോട്ട് മറിച്ച് പോകുമ്പോൾ കുട്ടിക്കാലത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക്, എൻ്റെ ജ്യേഷ്ഠത്തി പൂവൻ തിരുനാൾക്കും എൻ്റെ അനുജൻ മൂലം തിരുനാൾ, ഇപ്പോഴത്തെ വല്യമ്പുരാൻ, എനിക്കും ഞങ്ങൾക്ക് 3 പേർക്കും വിഷു വലിയ പ്രത്യേക സംഭവമായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒരു കാരണം കൊണ്ട്, എല്ലാവർക്കുമുള്ള കാരണം മാത്രമല്ല, ഞങ്ങൾ 3 പേരും പഠിച്ചത് ഈ കൊട്ടാരത്തിലാണ്. ഞങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചിട്ടില്ല. ഇവിടെ ട്യൂട്ടേഴ്സും അധ്യാപികമാരും വന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്കിയുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് അവധികളില്ലായിരുന്നു. ഞങ്ങൾക്ക് ക്രിസ്മസ് അവധിയില്ല, വേനലവധിയില്ല, ഇങ്ങനെ പറഞ്ഞ് അവധികളോ മിക്കവാറും ഒന്നും തന്നെ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് കൊല്ലത്തിൽ കിട്ടുന്ന വളരെ എണ്ണിപ്പറക്കാവുന്ന അവധികൾ മാത്രമാണ്. ചിങ്ങമാസം 1-ാം തീയതി അവധി. ഏറ്റവും വലിയ സംഭവം ഓണം തന്നെയാണ്. അടുപ്പിച്ച് 4 ദിവസം അവധി കിട്ടുന്നത് ഓണം. പിന്നെ നവരാത്രി സമയത്തുള്ള 3 ദിവസം, ഒടുക്കലത്തെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. വിജയദശമിയിലെന്ന് അവധിയാണെങ്കിലും ഞങ്ങളുടെ സാറന്മാർ വന്ന് ഒരു വിദ്യാരംഭം പോലെ അവർ പോകുന്നവരെ നമുക്ക് മനസ്സമാധാനമില്ല, പഠിപ്പിച്ച് കളയുമോ എന്നുള്ള പേടി. പോയി കഴിയുമ്പോഴൊരു സമാധാനം അവധിയാണെന്ന്. പിന്നെ ഉള്ളത് വിഷുവാണ് പിന്നത്തെ അവധി. പിന്നെ എല്ലാവരുടെയും പിറന്നാളുകൾ അവധിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും പിറന്നാളും, അമ്മൂമ്മ മഹാറാണി തൊട്ട് ചിത്തിരനാൾ. പിന്നെ അവിടെയും ഒരു ചെറിയ ഒരു നഷ്ടം വന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ജന്മനാൾ ഒരു ദിവസമായിരുന്നു. 2 പേരും കന്നിമാസം കാർത്തിക. കൊല്ലം വ്യത്യാസമാണ്, പക്ഷേ ദിവസം കന്നിമാസം കാർത്തിക. അപ്പോൾ ഒറ്റ ദിവസമാണ് 2 പേരും. അപ്പോൾ ഒരവധി പോയി. അതിനൊരു കോമ്പൻസേറ്ററി അവധിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു അവധി പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും പിറന്നാളുകൾക്ക് അവധിയാണ്. ഇതെല്ലാമാണ് ഞങ്ങളുടെ അവധികൾ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു അവധിയുമില്ല. ക്രിസ്മസ് സമയത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്ന 1-2 ട്യൂട്ടേഴ്സ് ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവർ ക്രിസ്മസിൻ്റെ അന്നും ന്യൂ ഇയറിൻ്റെ അന്നും ഈസ്റ്ററിൻ്റെ അന്നും വരില്ല. പക്ഷെ അതിന് പകരം ഞങ്ങളെ പഠിപ്പിക്കുന്ന മറ്റേ അധ്യാപകർ മിക്കവരും ബ്രാഹ്മണരുമൊക്കെയാണ്. അവർക്ക് ഇതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് അവർ വരും. അപ്പോൾ അങ്ങനെ അവധിയില്ല. പിന്നെ ഞങ്ങൾ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഇന്ദിരാബായി തങ്കച്ചി ഇരമൻ തമ്പിയുടെ കുടുംബ വംശത്തിലുള്ളതാണ്.
അപ്പോൾ അവർക്കൊന്നും ഇതൊന്നും ബാധകമല്ല, അപ്പോൾ അവരൊക്കെ വരും. അപ്പോൾ അങ്ങനെ അവിടെ അതുകൊണ്ട് അവിടെ ഒരു സമ്പൂർണ്ണ അവധി ഇല്ലാതെയാവും. പിന്നെ ഈ ക്രിസ്മസിന് മാത്രമല്ല, ഈ വേനൽക്കാലത്ത് 1.5 മാസം ഏതെങ്കിലും ഹിൽ സ്റ്റേഷനിൽ ഊട്ടിയായിരിക്കാം, അല്ലെങ്കിൽ പീരുമേടായിരിക്കാം, ഇങ്ങനെയൊക്കെ പോവും. ചിലപ്പോൾ കുറ്റാലത്ത് കുറച്ച് നേരം പോവും. അപ്പോഴൊക്കെ ഇവരും കൂടെ വരും. ഈ അധ്യാപകരും അവരും കൂടെ ഉണ്ട്. അവർ കൂടെ വരും. അവർ വന്നില്ലെങ്കിൽ കുറച്ചുകൂടെ കുഴപ്പമാണ്. ഒരു പ്രാവശ്യം ഊട്ടി പോയപ്പോൾ അവർ വന്നില്ല. അപ്പോൾ അതിന് വരെ അവർ ഞങ്ങൾക്ക് ഹോംവർക്ക് തന്നു. അവർ വരികയായിരുന്നു ഭേദം. അത്ര ഹോംവർക്ക്. ഒരു പണ്ട് നിങ്ങളൊന്നും കാണാൻ വഴിയില്ല, പക്ഷെ പണ്ട് ഈ പഴയ തകരപ്പെട്ടികളുണ്ട്. പണ്ട് ഇപ്പോൾ തകരപ്പെട്ടിയൊന്നുമില്ല. ഈ തകരപ്പെട്ടിയാണ്. തകരപ്പെട്ടിക്കകത്ത് പുസ്തകങ്ങൾ അടുക്കി, ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എല്ലാം ഗ്രേറ്റ് മാസ്റ്റേഴ്സിൻ്റെ ഒറിജിനൽസാണ്. ഡിക്കൻസിൻ്റെ ഒറിജിനൽ 2 ബുക്ക്. അതേസമയം കോളേജിൽ അതിൻ്റെ എബ്രിജ്ഡ് വേർഷൻ പഠിക്കുകയാണ്. ഞങ്ങൾ ഫോഴ്സ് ഫാമിലി വലിയത് വായിച്ചു കഴിഞ്ഞു, ഒറിജിനൽ. ശരിയാണ്, ഇന്നിപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ഇംഗ്ലീഷിൽ ഞങ്ങൾക്കുള്ള സാമാന്യമായിട്ടുള്ളത് അഹംഭാവമായിട്ട് കരുതരുത്, പക്ഷേ സാമാന്യമായിട്ടുള്ള ഒരു അറിവും കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഒരു പക്ഷേ ഈ പുസ്തകങ്ങളിൽ നിന്നാണ്. പക്ഷേ അന്നത്ര സന്തോഷമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ നിർബന്ധമായിട്ട് ഇത് വായിക്കണം, നിർബന്ധമായിട്ട് ഹോംവർക്കുകൾ. അപ്പോൾ അവർ വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും കുറച്ച് സമയമെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. എന്തായാലും അപ്പോൾ ഈ വിഷു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു അവധിയാണ്. അത് വളരെ പ്രഷ്യസ് അവധി. അതൊന്ന്. പിന്നെ ഏറ്റവും ഓർമ്മ വരുന്ന, അമ്മ പറഞ്ഞിട്ടുണ്ട്, വിഷുവിൻ്റെ അന്ന് കണി കാണുന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ എങ്ങനെ കണി കാണുന്നു അതുപോലെ ഇരിക്കും വർഷത്തിൻ്റെ പോക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കണ്ണ് തുറക്കാൻ. അമ്മ പറയും കണ്ണടച്ച് കിടന്നോണം, അമ്മയോ അച്ഛനോ ആരെങ്കിലും വന്ന് ഞങ്ങൾ കണി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും, കണ്ണ് തുറക്കരുത്. അവിടെ ഞങ്ങളുടെ 2ാമത്തെ നില, അതിൻ്റെ അടുക്ക തന്നെയാണ് കണി വയ്ക്കുന്നത്, അച്ഛൻ്റെ റേഡിയോ റൂമിൽ. അപ്പോൾ അവിടെ കണി വെച്ചിരിക്കും. അപ്പോൾ കണ്ണ് പൊത്തി വെച്ചിരിക്കുക. കണ്ണ് പൊത്തി ഞങ്ങളെ പിടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ചാൽ ഇനി കണ്ണ് തുറന്നോളാൻ. അപ്പോൾ കണ്ണ് തുറക്കുമ്പോൾ ഈ കണി തന്നെയാണ് കാണുന്നത്. വിളക്ക് കൊളുത്തി വെച്ച് ഭഗവാന്റെ ഇന്നും ആ വിഗ്രഹം തന്നെയാണ്, ദന്തവിഗ്രഹവും ഒരു കൊച്ചു സ്വർണ്ണമാല, പിന്നെ ഇതുപോലെ കണിക്കുള്ള സകല വിഭവങ്ങളോടുകൂടിയുള്ള അതാണ് ആദ്യം കാണുന്നത്. തൊഴുത് നമസ്കരിച്ചിട്ട് പിന്നെ പോകും. പിന്നെ കുളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള സംഭവം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അവിടെ കാണിക്കയിട്ട് വല്യമ്പ്രാൻ പ്രത്യേകിച്ച് വിഷുക്കണി അവിടെ സമർപ്പിക്കും. പെരിയ നമ്പി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിലെ നമ്പിമാർ 4 നമ്പിമാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. സ്വാമിക്ക് 2 നമ്പി, പെരിയ നമ്പിയും പഞ്ചഗവ്യ നമ്പിയും, നരസിംഹസ്വാമി തെക്കേടത്ത് നമ്പി, തിരുവമ്പാടി നമ്പി. അപ്പോൾ പെരിയ നമ്പി വല്യമ്പരാന് അങ്ങോട്ട് വിഷ്കായി നീട്ടം കൊടുക്കും. ഞങ്ങൾക്കൊന്നുമില്ല. അതെന്താണെന്ന് ഞാനിപ്പോൾ ആലോചിക്കുക. അപ്പോൾ എന്തായാലും വല്യമ്പരാന് മാത്രമേ ഉള്ളൂ അങ്ങനെ അത് കൊടുക്കും. ഞങ്ങളെല്ലാവരും വല്യമ്പരാൻ്റെ കൂടെ അല്ല പോകുന്നത്, ഞങ്ങൾ പ്രത്യേകമാണ് പോകുന്നത്. ഇപ്പോഴും അതെ, വല്യമ്പരാൻ പ്രത്യേകമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും പോയി തൊഴുത് കാണിക്കെല്ലാം വിട്ട് തിരിച്ചു വരും. തിരിച്ച് വന്നിട്ട് ഒരു 9:30 മണിയൊക്കെ ആകുമ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഒരു പച്ചമുറി എന്ന് പറഞ്ഞൊരു മുറിയുണ്ട്, ഇപ്പോഴും പച്ചമുറി തന്നെയാണ്. അപ്പോൾ അവിടെ വെച്ച് വല്യമ്പരാൻ എല്ലാവർക്കും വിഷ്കായി നീട്ടം കൊടുക്കും. അപ്പോൾ ആദ്യം വിഷ്കായി നീട്ടം കൊടുക്കുന്ന അമ്മൂമ്മയ്ക്കാണ്, വല്യമ്പരാൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അമ്മൂമ്മയ്ക്ക് വിഷ്കായി നീട്ടം കൊടുത്തിട്ട് അമ്മ നമസ്കരിക്കും. തിരിച്ചതുപോലെ അമ്മൂമ്മ അങ്ങോട്ട് വിഷ്കായി നീട്ടം കൊടുക്കും. എന്നിട്ട് അമ്മാവിനെ അനുഗ്രഹിക്കും. പിന്നെ ബാക്കി എല്ലാവരും ഞങ്ങളുടെ എങ്ങനെയാണ് മൂപ്പ് മുറ അനുസരിച്ച് എല്ലാവരും അമ്മാവനെയും അമ്മൂമ്മയും വിഷ്കായി നീട്ടം അവർ തരും, ഞങ്ങൾ വാങ്ങിച്ച് നമസ്കരിക്കും. അപ്പോൾ അമ്മ അതിൽ ഞങ്ങൾക്ക് വിഷ്കായി നീട്ടം തന്നുകൊണ്ടിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് പ്രായമായപ്പോൾ ഞങ്ങൾ അമ്മയൊക്കെ ചോദിച്ചു, അമ്മ എന്താ ഞങ്ങൾക്ക് വിഷ്കായി നീട്ടം തരാത്തത്? അത് ആവശ്യമില്ല, അമ്മാവനും അമ്മൂമ്മയും തരുമ്പോൾ എല്ലാമായി. ഞങ്ങൾ അത് പറ്റില്ല, ഞങ്ങൾക്ക് അമ്മേരെ കൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മ. അമ്മ എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ 6 രൂപ വിഷ്കായി നീട്ടം തന്നുകൊണ്ടിരുന്നു. 6 രൂപ. ഞങ്ങൾക്ക് 1 രൂപ പോലും നമുക്ക് കയ്യിൽ കിട്ടാത്തപ്പോൾ 6 രൂപയ്ക്ക് വലിയതാണ്. എന്നിട്ട് എല്ലാവർക്കും ഇതനുസരിച്ച് ഗ്രേഡ് അനുസരിച്ച് കൊടുക്കും. ഇന്നും അത് പവൻ, വലിയ ആളുകൾക്കായിരിക്കും പവൻ, ഞങ്ങൾക്കൊന്നും അതിലേക്കൊന്നും വരില്ല. ഞങ്ങൾക്കൊക്കെ 1/4 പവൻ അന്ന് കൊടുക്കും. ഇന്നും അതെ, ഈ 1/4 പവൻ തരും. തന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ആഫീസർമാരെ തിരിച്ച് വാങ്ങിച്ചിട്ട് അതിന് പകരം രൂപ. പക്ഷെ അവർ എന്ത് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോഴും അന്നത്തെ കണക്കാണ്. അപ്പോൾ അങ്ങനെ പവന് കയ്യിൽ നിന്ന് വയ്ക്കാൻ സമ്മതിക്കില്ല, അതിനൊരു ഇത് തരും. അങ്ങനെ ഇത് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഡ്രോയിങ് റൂമിൽ വെച്ചാണ് അമ്മാവൻ വല്യമ്പരാൻ
സ്റ്റാഫിനുമൊക്കെ നേരിട്ട് ഭിക്ഷാനീട്ടം കൊടുക്കും. അത് ഗ്രേഡ് അനുസരിച്ച് ആദ്യം പ്രൈവറ്റ് സെക്രട്ടറി അങ്ങനെ തുടങ്ങി എവിടെ മിറ്റത്തൊക്കെ ജോലി ചെയ്യുന്ന ആ ഗ്രേഡ് അനുസരിച്ച് തന്നെ ഓരോ ഗ്രേഡ് ഒരുപാട് പേരുണ്ടായിരുന്നു അന്ന്. ഇവിടം തൊട്ട് അങ്ങറ്റം വരെ നിൽക്കും സ്റ്റാഫ്. പിന്നെ വെളിയിൽ നിൽക്കും കൊള്ളാത്തവർ. പിന്നെ അമ്പലത്തിലെ ഓഫീസർമാർ, പിന്നെ അല്ലാതെ ചില ഓഫീസേഴ്സ് അവരൊക്കെ വരും. പിന്നെ ചില റിലേഷൻസ് അമ്മാവൻ്റെ അവർ അങ്ങനെയൊക്കെ കുറച്ച് പേര് വരും. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സാറന്മാരും വരും. ഇപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സാറന്മാർ വരുമ്പോൾ ഞങ്ങൾ അന്തർധാനം ചെയ്യും, സാറന്മാർ ഞങ്ങളെ കാണാതിരിക്കാനായിട്ട്. അപ്പം അങ്ങനെ എല്ലാവരും വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് വിഷുവിനൊരു സദ്യ ഉണ്ട്. ഒരു സദ്യ ഈ 4 പായസമൊന്നുമല്ല, ഒരു പായസം മിക്കവാറും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഉള്ള പാൽപ്പായസമാണ്. അത് ബാക്കി എല്ലാ ആളുകളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പാൽപ്പായസം വാങ്ങിക്കുന്നവർ രൂപ കൊടുത്ത് ചീട്ടാക്കിയാണല്ലോ അവർ വാങ്ങിക്കുന്നത്. അതുപോലെയാണ് ഞങ്ങളും അന്നും ഇന്നും ഫ്രീ ആയിട്ടല്ല, നമ്മൾ എത്രയാണെന്ന് വെച്ചാൽ ആ രൂപ കൊടുത്ത് പാൽപ്പായസം നമ്മൾ വാങ്ങിക്കും. കൊട്ടാരത്തിൽ ഒരുപാട് ഭൂമി ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പ്രായമായി കഴിഞ്ഞിട്ടാണ് ഇത് നിത്യഭൂമി എന്ന് പറഞ്ഞ് ഒരുപാട് ഏക്കർ ഗവൺമെൻറ് ഏറ്റെടുത്തത്. ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഒരു ഭാഗം മുഴുവനും കൃഷിയായിരുന്നു. അത് മലക്കറി, വാഴ, ഒരുപാട് ഭൂമിയാണ്. ഇന്ന് ആ ഭൂമി നിൽക്കുന്ന സ്ഥലത്താണ് കുറേ റബ്ബർ എസ്റ്റേറ്റ്, പിന്നെ കുറച്ച് ഒരു ഭാഗം ഇവർ വാങ്ങിച്ചിട്ടുണ്ട്, ആളുകൾ വാങ്ങിച്ച് കെട്ടിടം കെട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഭാഗം. പക്ഷെ അവിടെയൊക്കെ അന്ന് 31 തോട്ടക്കാരുണ്ടായിരുന്നു, ഗാർഡനേഴ്സ്, ഒരു മേസ്ത്രി. ഇന്ന് അരയാൾ പോലും ഇല്ല. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം വ്യത്യാസം. അപ്പോൾ അങ്ങനെ അമ്മൂമ്മയ്ക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നു കൃഷിയില്ല, വലിയ ഇൻട്രസ്റ്റ്. അപ്പോൾ അമ്മൂമ്മ തന്നെ വൈകിട്ട് പോയി അവിടെ നിന്ന് ഇതെല്ലാം നോക്കും. ഞങ്ങൾ അമ്മൂമ്മയുടെ കൂടെ പോകും. ഒരുപാട് നടക്കാനും സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപാട് നടന്ന് ഒരു വേലി കെട്ടിയ ഏറിയാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഓരോ സിംഹത്തിൻ്റെ ഇത്ര വലിപ്പത്തിലുള്ള സിമൻറ്റ് സിംഹം, വെള്ളിയിലൊക്കെ പെയിൻ്റ് അടിച്ച് 2 വലിയ സിംഹം അവിടെ കാട്ടി നിൽക്കും. ഒരു കഥവുമുണ്ട്. അവിടെ കൂടെ ഒക്കെ ഞങ്ങൾ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. അമ്മൂമ്മയ്ക്ക് മരച്ചീനിയൊക്കെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒട്ടുമുക്കാലും, പക്ഷേ മുഴുവനും ഒക്കെ വെച്ചാൽ നമുക്ക് അന്ന് സ്റ്റാഫിന് ആഹാരം ഉണ്ടായിരുന്നു, ഒരുപാട് സ്റ്റാഫുണ്ട്. അത് മുഴുവൻ കിട്ടുമായിരുന്നോ എന്ന് നിശ്ചയമില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കൃഷിയുണ്ടായിരുന്നു. ഇപ്പോഴും ഇടയ്ക്കും മുറയ്ക്കും ഇങ്ങനെ കൃഷിയിലേക്ക് പോകും. ഇപ്പോൾ എൻ്റെ മകൻ ആദിത്യവർമ്മ അവിടെ നിന്നിരുന്നാൾ ഒരു ഭാഗത്ത് കൃഷി ഇപ്പോൾ തിരിച്ചിറക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. പിന്നെ വാഴ കൃഷി ഇടയ്ക്കുണ്ട്. അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യും. കുറച്ച് കാലം നിൽക്കും, പിന്നെ അതങ്ങ് പോവും. മാറ്റങ്ങളൊക്കെ വന്നപ്പോൾ വല്യമ്പലം തിരുമനസ് ഞവര അരി ആണ്, ഞവര ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് അന്ന് രാജപ്രമുഖ മഹാരാജാവൊക്കെ ആയിരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത് അരി. അപ്പോൾ ഈ രാജപ്രമുഖ കഴിഞ്ഞല്ലോ, 5-6 വർഷം കഴിഞ്ഞപ്പോൾ രാജപ്രമുഖൊക്കെ അവർ തന്നെ വേണ്ടെന്നാക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ അരി വാങ്ങിക്കുന്ന സമയമായപ്പോൾ നമ്മുടെ ഓഫീസിൽ നിന്ന് അവർ അവിടെ പോയി അരി വാങ്ങിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അവിടെ ഇരുന്ന ക്ലാർക്കോ ആരാന്നറിയില്ല പറഞ്ഞു, എന്താ തമ്പുരാന് അരി വാങ്ങിക്കാൻ കാശില്ലേ, ഇത് തന്നെ വേണോ? അപ്പോൾ അവരിങ്ങ് തിരിച്ചു വന്നു. അവർ വാങ്ങിച്ചില്ല, അവരിങ്ങ് തിരിച്ചു വന്നു. വല്യമ്പുരാൻ എങ്ങനെ ഇതൊക്കെ അറിയുന്നു എന്നറിയാൻ വയ്യ, അത് അസാധ്യമാണ്. എങ്ങനെ ഇതൊക്കെ അറിയുന്നു എന്ന് ഇവർ പറഞ്ഞില്ല, പക്ഷെ അറിഞ്ഞു ഇത്. അപ്പോൾ അവരെ വിളിച്ചു, ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായോ? അവർക്ക് വിഷമം. എങ്ങനെയാണ് അമ്മാവൻ്റെയൊക്കെ പറയുക? ഞാൻ കേട്ടു, അങ്ങനെ ഉണ്ടായില്ലേ? ശരിയാണ്, അവർ പറഞ്ഞാൽ ശരിയല്ലേ? നമ്മളാരാ ഗവൺമെൻറ്റിൻ്റെയൊക്കെ അരി വാങ്ങിക്കാനായിട്ട്? നമ്മളാരുമല്ല എന്ന് നമുക്കും അറിയാമല്ലേ. ഇനി ഒരു കാരണവശാലും അങ്ങനെ ഒരു സൗജന്യത്തിന് വേണ്ടി പോകാൻ പാടില്ല. എനിക്ക് അരി വേണ്ടതാണ്, ഇനി പോരുന്നു. അങ്ങനെ പിന്നെ പോയിട്ടേ ഇല്ല, ഗവൺമെൻറ് അങ്ങനെ പോയിട്ടില്ല. പക്ഷേ അമ്മൂമ്മ ആ സമയത്ത് ഇവിടെ ഞവര നട്ട് ഇവിടെ ഒരു കുളമുണ്ടായിരുന്നു, അതിൻ്റെ സൈഡിൽ ഞവര നട്ട് ആ ഞവര വന്നപ്പോൾ അതിൻ്റെ അരിയെടുത്ത് 1-2 പ്രാവശ്യം അത് ചെയ്തു. പക്ഷെ പിന്നെ
ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. അങ്ങനെ പിന്നെ അങ്ങ് വിട്ടു. പക്ഷേ 1-2 പ്രാവശ്യം ഞവര നട്ടു. ആ അരി തന്നെ കഴിക്കുകയും ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ വെളിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാമല്ലോ, ഗവൺമെൻറ്റിൻ്റെ അല്ല, വെളിയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ട് പീരീഡ് നെൽകൃഷിയും ഉണ്ടായിരുന്നു. ഈ ഓർമ്മകൾക്കൊരു 2 നിറമാണ്. ഒന്നൊരു സന്തോഷത്തിൻ്റെ നിറം കാണും, അതിൻ്റെ കൂടെ ഒരു ഇല്ലായ്മയുടെ ഒരു വേദന. അന്നത്തെ കാലത്തെ എല്ലാം കൊണ്ടും ഒരുപാട് വ്യത്യാസമാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അവരൊക്കെ ഓർമ്മയായിട്ട് വരുമ്പോൾ അതും ഒരു വിഷമം. അതൊക്കെ ഈ സമയങ്ങളിൽ കുറേ കൂടുതൽ, ഒരിക്കലും മറന്നതല്ല, പക്ഷേ ഇങ്ങനത്തെ സമയങ്ങളിൽ അല്പം കൂടുതൽ അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് അനുഭവിക്കാം എന്നുള്ളതാണ്. എന്തായാലും മലയാള നാട്ടിന് വിഷു ഒരു മംഗളമായിട്ടുള്ള ദിവസമാണ്. നാടിനെ ഭഗവാൻ രക്ഷിക്കണേ എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത്. നാടില്ലെങ്കിൽ നമ്മളുമില്ല. അതുകൊണ്ട് നാടിനെ രക്ഷിക്കണേ. വിഷുവിൻ്റെ എന്നുള്ള ആ ഒരു ദിവസവും ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം തന്നെയാണ്. അതുപോലെ തന്നെ ഈ വർഷം മുഴുവനും ഭഗവാൻ നാടിനെ രക്ഷിക്കണേ, നാട്ടാരെ രക്ഷിക്കണേ, ലോകത്തിനെ രക്ഷിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജനം TV പ്രേക്ഷകർക്ക് എല്ലാ വിഷു ആശംസകളും നേരുന്നു. എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ. തിരുവിതാംകൂറിൻ്റെ വിഷു ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കും. നഷ്ടമായ കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയായി ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഈ വാക്കുകൾ. ഒരിക്കൽ കൂടി ഏവർക്കും വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.